ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു ദിവസം പൂർത്തിയാക്കി ഈശോയുടെ വലിയ കൃപയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് ചെയ്തു. പ്രാർത്ഥിച്ച് നമ്മൾ കിടന്നുറങ്ങാൻ വിശ്രമിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ഇന്നൊരു രാത്രിയിൽ ഇന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി ഒരു കുഞ്ഞു കാര്യമാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. എന്താണെന്നറിയോ? നമ്മുടെ പ്രിയപ്പെട്ട പൗലോസ് ശ്ലീഹ ഈശോയെക്കുറിച്ച് എന്തോരം കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അല്ലേ? കഴിഞ്ഞ വർഷം നമ്മളിങ്ങനെ പൗലോസ് ശ്ലീഹയുടെ ലേഖനങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ നമ്മൾ ധ്യാനിച്ച് കടന്നു പോവുകയും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയൊക്കെ ചെയ്തു. വളരെ സ്പെഷ്യലായിട്ട് ഒത്തിരി വലിയ കാര്യങ്ങൾ പൗലോസ് ശ്ലീഹ ഈശോയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ സ്പെഷ്യലായിട്ട്, വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് പൗലോസ് ശ്ലീഹ പറയുന്ന ഒരു കാര്യമാണ് എഫേസ്യോസ് 2:14, എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 14. അവിടെ ഈശോയെക്കുറിച്ച് പൗലോസ് ശ്ലീഹ പറയുന്നത് എന്താണെന്നറിയോ? അവൻ നമ്മുടെ സമാധാനമാണ്. ഹീസ് അവർ പീസ്. നമ്മൾ ഇന്ന് നോക്കിയാൽ ആ ഒരു വചനം മറന്നു പോലെ, അവൻ നമ്മുടെ സമാധാനമാണ്. ഈശോ നമ്മുടെ സമാധാനമാണെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് എന്തോരം പഠിച്ചു അല്ലേ? എത്രയോ കാര്യങ്ങൾ ചെയ്തു. നമ്മുടെ ജോലി, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മളെ ഈശോ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഒക്കെ ഈ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, നന്നായിട്ട് ചെയ്യാനൊക്കെ പറ്റി. ചിലതൊക്കെ ഇച്ചിരി മോശം സംഭവിച്ചു. നാളെ ഒരു ദിവസം കൂടെ നമുക്ക് ഉണ്ടല്ലോ. പക്ഷേ നമുക്ക് എല്ലാം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാം പഠിച്ചു, എല്ലാം അധ്വാനിച്ചു, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തു. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. അവസാനം ഈ കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ വേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? സാറ്റിസ്ഫാക്ഷനേക്കാൾ അപ്പുറം ഇനി ഞാൻ നന്നായിട്ട് ചെയ്തു, നന്നായിട്ട് പഠിച്ചു, തൃപ്തി വന്നു. നോ, തൃപ്തി ചിലപ്പോൾ നമുക്ക് ഒരിക്കലും പറ്റില്ല. പക്ഷേ എന്ത് ചെയ്താലും നമ്മുടെ ഉള്ളിൽ വേണ്ട ഒരു സാധനമാണ്, ഒരു കാര്യമാണ് സമാധാനം. അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ അധ്വാനിക്കുന്നതും നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. പൗലോസ് ശ്ലീഹ പറയാണ്, ഈശോയാണ് നമ്മുടെ സമാധാനം. ഈശോ ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരെ കാണാൻ പോകുന്ന സമയത്തൊക്കെ അതല്ലേ പറയുന്നത്? മൈ പീസ് ഐ ഗിവ് ടു യു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ സന്തോഷം നൽകാൻ, സംതൃപ്തി നൽകാനൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളെ കൊണ്ടൊക്കെ പറ്റുമായിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മളെ സന്തോഷിപ്പിക്കാനൊക്കെ പറ്റുമായിരിക്കും. ആൻഡ് ഹു ക്യാൻ ഗിവ് us പീസ്? സമാധാനം തരാൻ ആർക്കാ പറ്റുന്നത്? ഈശോയ്ക്ക് മാത്രമാണ്. അപ്പോൾ ഈശോയുടെ സമാധാനം സ്വീകരിക്കുക. ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഈശോയെ, അങ്ങാണ് എൻ്റെ സമാധാനം. ഐ ട്രസ്റ്റ് ഇൻ യു ആൻഡ് ഐ റെസ്റ്റ് ഇൻ യു. ഈശോയെ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഒപ്പം തന്നെ ഞാൻ നിന്നിൽ വിശ്രമിക്കുന്നു. അങ്ങ് എൻ്റെ സമാധാനമാണ്. എൻ്റെ ഒരു സ്ട്രെസ്ഫുൾ ഡേ കൊടുക്കും ഞാൻ ഇന്ന് കിടക്കാൻ പോകുമ്പോൾ ഈശോയാണ് എൻ്റെ സമാധാനം. ഇതിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി കിടന്നുറങ്ങുക. കർത്താവിൻ്റെ സമാധാനം നിങ്ങളെ ശാന്തമാക്കട്ടെ. നാളെ കൂടുതൽ ഉണർവോടെ, വിശുദ്ധിയോടെ, ഏറ്റവും അനുഗ്രഹമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കൃപ നമ്മുടെ സമാധാനമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നമുക്ക് എല്ലാവർക്കും തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.